ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യം തന്നെ എൻ്റെ 1000 നന്ദി. എൻ്റെ പേര് ടിനിയം തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ റേച്ചൽ തോമസ് ആണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വെല്ലുപള്ളിയിലാണ് കൂടി നടക്കുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/5/2023 ആദ്യമായി എൻ്റെ ചേട്ടനാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. പിന്നെ അമ്മയും അച്ഛനും വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം എന്താണെന്ന് എനിക്ക് അവരിൽ നിന്നാണ് കൂടുതലും മനസ്സിലാവാൻ പറ്റിയത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും അതുവഴി എനിക്ക് ഉടമ്പടി ജീവിതം എന്താണെന്ന് മനസ്സിലാവുകയും ഇവിടെ വന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അതുവഴി എനിക്ക് പുതിയൊരു ജീവിതത്തിലോട്ട്, അതായത് പുതിയൊരു വർഷത്തേക്ക് എനിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിച്ചു. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സായിരുന്നു പഠിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പ്രൈവറ്റ് ജോബ് ലഭിക്കില്ല, ഗവൺമെൻറ് ജോബ് മാത്രമേ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു. എനിക്ക് ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടുമോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജനറൽ കാറ്റഗറിക്ക് കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ മാതാവ് എനിക്കത് നടത്തി തന്നു. എനിക്ക് 11ാമത്തെ റാങ്ക് വന്നു. 9 വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൽ 9ാമത്തെ റൊട്ടേഷനിൽ എനിക്ക് നേടിത്തന്നു. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിലും വെരിഫിക്കേഷൻ്റെ സമയത്താണെങ്കിലും അമ്മ മാതാവ് എൻ്റെ കൂടെ വന്ന് അമ്മ മാതാവ് ഇടപെട്ടു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വചനം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നീ എവിടെ പോയാലും ദൈവം നിന്നോട് കൂടെയുണ്ടെന്നുള്ള വചനമാണ്. അതുവഴി എനിക്ക് മനസ്സിലായി എനിക്കത് സാധിക്കും, എനിക്ക് കിട്ടും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കാരണം എനിക്കത് പൂർണ്ണമായിട്ട് അതെനിക്ക് മാറുകയും പരീക്ഷ നല്ലോണം എഴുതാനും പറ്റി. പരീക്ഷയുടെ സമയത്ത് ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വന്ന് കൊണ്ടുവരുന്നു. അപ്പം എനിക്ക് കൂടുതൽ വിശ്വാസമായി. അതുപോലെ 11ാമത്തെ റാങ്ക് കിട്ടിയതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ റൊട്ടേഷനിൽ കിട്ടുകയും ചെയ്തു. അതുപോലെ ഇന്നലെയാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. മാർച്ച് 7-ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അമ്മ തന്ന ജോലി ആയതുകൊണ്ടാണ് മാർച്ച് 7-ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടുവന്ന് കിട്ടിയത്. അതും എൻ്റെ പപ്പായുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് തന്നെ അമ്മയ്ക്കും പപ്പായ്ക്കും ഒരു ഗിഫ്റ്റായിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റി. ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ എല്ലാവരോടും പറയത്തുള്ളൂ എന്നൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാവരോടും പറയുന്നത്, ഇവിടെ വന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്ററാണിത്. എനിക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന തസ്തികയിലാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലാണ് ലഭിച്ചത്. അത് 9 വേക്കൻസിയിൽ മാതാവ് എന്നെ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജോലി കിട്ടാൻ കാരണം അമ്മമാരാണ്. ഞാൻ എവിടെ പോയാലും ഇപ്പം പ്രതീക്ഷീകരണ പ്രവർത്തനം ചെയ്യുമ്പോഴാണേലും നിൻ്റെ പ്രയത്നം നീ ദൈവത്തിൽ അർപ്പിക്കുക, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുമ്പോൾ നിൻ്റെ പ്രയത്നം കർത്താവ് ഫലമണിയിക്കും എന്നുള്ള സുഭാഷിതം 16:3 എന്നുള്ള വചനം ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതുപോലെ വിശ്വാസപ്രമാണം എൻ്റെ ഉടമ്പടി പത്രികയിലും അതുപോലെ തന്നെ എൻ്റെ പത്രത്തിലും അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. എവിടെ പോയാലും തൈലവും തേച്ച് അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് അതുപോലെ തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ കാശുരൂപം കിട്ടി. അത് വെച്ച് പ്രാർത്ഥിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും പെട്ടെന്ന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജോലി കിട്ടാൻ സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഇതെൻ്റെ അമ്മയുടെ. എൻ്റെ പേര് റേച്ചൽ തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. 25 വർഷമായി എനിക്ക് ചുമയുടെ അസുഖം ഉണ്ടായിരുന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും കുറഞ്ഞില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ ചുമ മാറി കിട്ടിയത്. പിന്നെ അതുപോലെ വീടിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് നടത്തിയതിന് ശേഷം വീടിനുള്ള എഗ്രിമെൻറ്റ് ചെയ്തു. അടുത്ത മാസം വീടിൻ്റെ പണി തുടങ്ങാനാണ് ഇരിക്കുന്നത്. മകൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവൻ ഗൾഫിൽ പോകാനുള്ളതെന്നും എല്ലാം ശരിയായത്. എല്ലാം അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും അമ്മയും ബസ് സ്റ്റാൻഡിലും അതുപോലെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ സ്കൂളുകളിൽ അതുപോലെ ആരെങ്കിലും ബസ് സ്റ്റോപ്പുകളിലെല്ലാം ഞങ്ങൾ പത്രം, അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാ ദിവസവും 18 പത്രം കിട്ടുന്ന എല്ലാ ദിവസവും ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. വിശ്വാസപ്രമാണം എഴുതി ഞാൻ പത്രത്തിൽ വെച്ചിട്ടാണ്, ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടാണ് പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഗാന്ധി ഭവനിൽ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ പൈസയും, പിന്നെ ആരെൻ്റെ മുമ്പിൽ പൈസയുടെ കാര്യത്തിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ എനിക്ക് ഉടമ്പടി വഴി സാധിച്ചു. പള്ളിയിൽ പോകാനും കുർബാനയ്ക്ക് കൂടാനും അതുപോലെ വേദപുസ്തകം വായിക്കാനും വചനങ്ങൾ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. അതുവഴി
എനിക്ക് കൂടുതൽ ആത്മീയമായിട്ട് വളരാനായിട്ട് ഈ ഉടമ്പടി വഴി സാധിച്ചു. അമ്മയ്ക്കും യേശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ കഴിഞ്ഞ ധ്യാനത്തിൽ അച്ഛൻ ഗോൾഡൻ 7 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം എനിക്ക് ഇന്നലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് കിട്ടി. അമ്മയ്ക്കും യേശോപ്പച്ചനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. മോശ തൻ്റെ അയോഗ്യതയെപ്പറ്റി ആശങ്കപ്പെട്ടപ്പോൾ ദൈവം അവനോട് ദൈവം മോശയ്ക്ക് ബുദ്ധിയോ ശക്തിയോ കഴിവോ അല്ല നൽകിയത്, പകരം തൻ്റെ സാന്നിധ്യമാണ് വാഗ്ദാനം ചെയ്തത്. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ സാധിക്കും. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് ഉടമ്പടി. പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് മോചനം തേടിയാണ് നാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് ഉടമ്പടിയിൽ കൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജോലി പ്രശ്നങ്ങളാവാം, രോഗമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, പരീക്ഷകളോ പരീക്ഷണങ്ങളോ ആവാം. മോശയെപ്പോലെ ഒരുപക്ഷെ നമ്മളും വിചാരിക്കാം, എനിക്കിത് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന്. പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പാണ് ദൈവ സാന്നിധ്യം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നം തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു ധൈര്യമാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈശോയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത്. അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ സ്നേഹവും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊരു നല്ലൊരു ധൈര്യമാണ്. ഈശോയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു നല്ലൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ടിനി എം തോമസ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ഈ മകൾ പറഞ്ഞതുപോലെ എൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്ത ദിവസം ഒരു പുതിയ ജീവിതം തുടങ്ങുവാനായിട്ടാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. ഒരു ആത്മീയമായിട്ട് വളരാനും ഒരു ആത്മീയ ജീവിതം തുടങ്ങുവാനായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേക്കാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തതെന്നാണ് ഈ മകൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഒരു നല്ലൊരു പുതിയ ഒരു ജീവിതത്തിലേക്ക്, ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നു എന്ന ബർത്ത്ഡേക്കാണ് തീരുമാനിച്ചത്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും. ഈ മകൾ അന്ന് തന്നെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് തുടക്കമിട്ട ആ ബർത്ത്ഡേ തന്നെയാണ് ആത്മീയ ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള ആ നീക്കവും. നമ്മുടെ മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന വിശ്വാസം ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ മകൾ മോളുടെ ബർത്ത്ഡേക്ക് എടുത്തത്. ദൈവസാന്നിധ്യത്തിൽ ഉറച്ച വിശ്വാസത്തിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ടിനി എം തോമസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആൻഡ് വി വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ് ഫോർ ഹർ ന്യൂ ജോബ് ആസ് എ ഹെൽത്ത് ഇൻസ്പെക്ടർ, പുനലൂർ മുനിസിപ്പാലിറ്റി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.